ക്രിസ്ത്യാനികളുടെ അക്കൗണ്ടിൽ ഇനി ആരും ബിസിനസ് ചെയ്ത് കൊഴുക്കണ്ട. മനോരമ ആയാലും അത്തരമൊരു നിലപാട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എടുക്കുന്നു എന്നതാണ് കൂട്ടത്തോടെ ആര്യങ്കാവ് സെന്റ് മേരീസ് ഇടവക പള്ളി വികാരിയും വിശ്വാസികളും കഴിഞ്ഞ ദിവസം മനോരമ പത്രം കത്തിക്കുക എന്ന തീരുമാനത്തിന് പിന്നിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഇടങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഡോക്ടർ ഭാർഗവ റാമിന്റെ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തൽ മാപ്പിളമാർക്ക് ഒരു മുന്നറിയിപ്പാണ്. ക്രൈസ്തവ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ആര്യങ്കാവ് സെന്റ് മേരീസ് ഇടവക പള്ളി വികാരിയും വിശ്വാസികളും കഴിഞ്ഞ ദിവസം മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചു. വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണ് എന്ന് നസ്രാണി മനോരമയിൽ തന്നെ എഴുതിവിടാൻ മാത്രം സ്വാധീനം കാപ്പന്റെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനുണ്ട് എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്ന് ഡോക്ടർ ഭാർഗവ റാം കുറിക്കുന്നു. എന്തായാലും കണ്ടെത്തൽ മാപ്പിളമാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ വിഷയത്തിൽ സഭയുടെ കത്തിക്കൽ പ്രതിഷേധം തീർച്ചയായും നശീകരണത്തിന്റെ ഭാഷയായി വിലയിരുത്തേണ്ടതില്ല. ക്രിസ്തീയ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഭാഷ തന്നെയാണ് ഇതിൽ തെളിയുന്നത്. ഈ കത്തിക്കൽ നടന്ന് 2 ദിവസങ്ങളായിട്ടും കണ്ടെത്തൽ മുതലാളിമാരുടെ ബിസിനസ് പൊലിപ്പിക്കാൻ, ന്യായീകരിക്കാൻ, മൂട് താങ്ങി പ്രസ്താവന ഇറക്കാൻ ക്രിസ്തീയ നേതാക്കൾ ഇതുവരെ തയ്യാറായില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ആവർത്തിച്ചാൽ തൊഴിലാളികൾ മാത്രമല്ല കണ്ടെത്തൽ കുടുംബം നേരിട്ട് പ്രതിഷേധത്തിന്റെ ചൂട് അറിയുകയും ചെയ്യും. മനോരമയ്ക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റാറില്ല. മനോരമ നിരന്തരം നിർഭയം നടത്തിപ്പോരുന്ന അവഹേളനം അല്ല ഇത്. തീർത്തും ഒറ്റപ്പെട്ട ഒരു സംഭവം. മനോരമയുടെ ക്രിസ്തീയ പക്ഷപാതിത്വവും അജണ്ടകളും സേവനവും സഭയ്ക്ക് ബോധ്യമില്ലാത്തതും അല്ല. എങ്കിലും സ്വയം അപമാനം സഹിച്ച് ന്യായീകരിച്ചു മെഴുകി തങ്ങളുടെ ലേബലിൽ, തങ്ങളുടെ അക്കൗണ്ടിൽ ആരും ബിസിനസ് കൊഴിപ്പിക്കേണ്ട എന്ന നിലപാട് അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്നത് തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെയാണ് ഡോക്ടർ ഭാർഗവ റാമിന്റെ കുറിപ്പ്. മനോരമയിൽ ഇതേ എഴുത്തിൽ വേദങ്ങളെ അവഹേളിച്ചതിൽ ഹിന്ദു സമൂഹത്തിന് പുത്തൻ കൂറ്റ്. രാഷ്ട്രീയ ഹിന്ദുക്കളെ പേടിച്ച് പ്രതികരിക്കാൻ പാടില്ലാത്ത ദുരവസ്ഥ കൂടി പരിഗണിക്കുമ്പോഴാണ് ക്രിസ്തീയ സമൂഹത്തിന്റെ ഈ നീക്കം ശ്ലാഘനീയമാകുന്നത് എന്നും ഭാർഗവ റാംജി കുറിക്കുന്നു. ഇതിൽ ഈ നിമിഷം വരെ ഹൈന്ദവ നേതാക്കളോ സംഘടനകളോ പ്രതികരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും താല്പര്യങ്ങൾക്കു വേണ്ടി, നേട്ടങ്ങൾക്കു വേണ്ടി ഹിന്ദു സമൂഹം സഹിക്കണം, വില കൊടുക്കണം എന്ന ലൈനിന് അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മനോരമ എഴുതിയാൽ ഹിന്ദുത്വം ഒലിച്ചു പോകുമോ എന്ന വിശദീകരണം വന്നുവോ ശകുന്തളെ? കേരളത്തിലെ പ്രത്യേക മതസമുദായ ജാതി സമവാക്യങ്ങൾ എപ്പോഴും വലിയ ഒരു പ്രതിസന്ധിയാണ് അച്ചടി മാധ്യമങ്ങൾക്ക്. അതേസമയം ചാനൽ മേഖലയിൽ വിവിധ ചാനലുകൾ തുറന്നടിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു 1, 2, 3 സ്ഥാനങ്ങളൊക്കെ നേടുമ്പോൾ മലയാളത്തിലെ പത്രമുത്തശ്ശിമാരായ മനോരമയ്ക്കും മാതൃഭൂമിക്കും അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. തുറന്ന പ്രതികരണങ്ങൾക്ക് മനോരമയ്ക്കും മാതൃഭൂമിക്കും സാറ്റലൈറ്റ് ചാനൽ ജേർണലിസത്തിലൂടെ സാധിക്കുന്നില്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രിന്റ് മേഖലയുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും മനോരമയ്ക്ക് വന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് നിലവിലെ വിവാദകരമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെ വികാരത്തെ പരാമർശിച്ചുള്ള വാക്യങ്ങൾ. ഇതേസമയം ഹിന്ദു സമുദായത്തിനെതിരെയും മനോരമയിൽ പരാമർശം ഇതേ പന്തിയിലുണ്ട് എങ്കിലും ഹിന്ദു സമുദായങ്ങളുടെ സംഘടനകളുടെ പ്രതിഷേധം ഇതുവരെ മനോരമയ്ക്കെതിരെ പരസ്യമായി വന്നിട്ടില്ല. മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. സമീപകാല ചരിത്രം നോക്കിയാൽ ഹൈന്ദവ സംഘടനകളെക്കാൾ കൂടുതൽ ശക്തവും പ്രതികരണം ഉന്നയിക്കുന്നതിലും ക്രിസ്ത്യൻ സമൂഹം മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മനോരമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതിൻ്റെയും കാരണം. എന്തായാലും ഡോക്ടർ ഭാർഗവ റാം വളരെ ശക്തമായ ഭാഷയിൽ മനോരമയുടെ ഈ ഒരു നിലപാടുകൾക്ക് എതിരെയും അതുപോലെ ആര്യങ്കാവ് നടന്ന ഈ മനോരമ കത്തിക്കൽ ആ ഒരു സംഭവത്തിനെതിരെയും പ്രതികരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.